നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഗുഡ് ബോയ് എന്ന K-ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോ ആ കസ്റ്റംസ് ഓഫീസർ, അതായത് വില്ലനെ കാണാനായിട്ട് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരും. അവിടെ തന്നെ അവന് നിപ്പുണ്ട്. ഹീറോ ഒന്നും ചിന്തിക്കത്തില്ല, അവന്റെ അടുത്ത് ചെല്ലും. വില്ലൻ അവിടെ വെച്ച് തന്നെ ഹീറോന്റെ ആന്റീനെ കൊല്ലാൻ ശ്രമിച്ചത് വില്ലനാന്ന് പറയുന്നുണ്ട്. ഹീറോയ്ക്ക് ഒട്ടും കൺട്രോൾ കിട്ടുന്നില്ല. ഹീറോ അവനെ തറയെ പിടിച്ചിട്ടിട്ട് പല തവണയായിട്ട് മോന്തക്കിട്ട് ഇടിക്കുകയാണ്. ആ ഓരോ ഇടിക്കും ഗൺഷോട്ടിന്റെ സൗണ്ടായിരുന്നു. വെച്ചിടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പം ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് ആംബുലൻസ് അങ്ങോട്ട് വരും. വില്ലനാണെങ്കിൽ ആകെ തകർന്നുപോയി. ബോധമൊന്നും ഇല്ലാതെ അവനെ ആംബുലൻസ് കയറ്റിക്കൊണ്ട് പോവാണ്. നമ്മുടെ ടീംസ് അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഹീറോനെ കാണാനില്ല. അങ്ങനെ ഹീറോനെ അന്വേഷിച്ച് നേരെ ചെല്ലുന്നത് ആന്റിയുടെ വീട്ടിലാണ്, അതായത് ബഡ്ഡി കൂട്ടുകാരന്റെ അമ്മയുടെ വീട്ടില്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ പാവം ഉണ്ടല്ലോ, അമ്മ വേവിച്ച ആഹാരം ഇരുന്ന് കഴിക്കുകയാണ്. കഷ്ടപ്പെട്ട് വേവിച്ചതാണ്, എവന് വേണ്ടി വേവിച്ചതാണ്. ആ വിഷമത്തില് അവൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. നമ്മുടെ ടീംസിന് ഇതൊക്കെ കണ്ടു നിൽക്കാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ. അവരെന്ത് ചെയ്യാനാണ്? അവർക്കെല്ലാം നല്ല പാവം തോന്നുകയാണ് കണ്ടിട്ട്. ഹീറോ ഇത്രയും ദേഷ്യപ്പെട്ട് അവനെ ചെന്ന് ഇടിച്ചത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഇതിൻ്റെതായ പണിഷ്മെന്റ് കിട്ടും. അതുകൊണ്ടാണ് അവർക്ക് അവനോട് ചെറിയ ദേഷ്യം തോന്നിയിട്ടുള്ളത്. ദേഷ്യമൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നീട് ഹോസ്പിറ്റലിൽ ഹീറോ അവന്റെ ആന്റീനെ നോക്കി നിൽക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ടീംസ് പുറത്തു നിന്ന് സംസാരിക്കുകയാണ്. അതായത് ഈ ആന്റീനെ ആരോ രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട്. വില്ലൻ ഷൂട്ട് ചെയ്തതിനു ശേഷം ആരോ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആന്റി മരിക്കാതെ രക്ഷപ്പെട്ടത്. കുറച്ച് കഴിയുമ്പം ആന്റി പിന്നെയും സുഖം പ്രാപിച്ചോളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ് വന്ന് ബാക്കിയുള്ള ടീംസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ആരാണ് ആന്റീനെ രക്ഷിക്കാൻ നോക്കിയെന്ന് അറിയാൻ പാടില്ല. വില്ലൻ എന്തായാലും കൊല്ലാൻ വന്നയാണ്. പിന്നെ ആരാണ് രക്ഷിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ? ഇതിനുശേഷം ഹീറോന് അവന്റെ ഹയർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സാറ് വിളിച്ച് വഴക്കു പറയും. അവൻ എന്തായാലും സസ്പെൻഷൻ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ, ജോലി നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അവനൊന്നും തിരിച്ചു പറയുന്നില്ല, വിഷമിച്ചിരിക്കുകയാണ്. അയാളാണെങ്കിൽ നല്ല രീതിയിൽ വഴക്കു പറയുന്നുണ്ട്. ഇനി വില്ലൻ എത്ര മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞാലും ഒരു പോലീസുകാരന് അങ്ങനെ ചെയ്യാനുള്ള അധികാരം ഇല്ല. ഈ നേരം ഓഫീസിൽ എക്സ് ബാക്കിയുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഹീറോ വില്ലനെ ഇടിച്ച് പഞ്ഞി കിട്ടില്ലേ, ആ വീഡിയോ ഇന്റർനെറ്റിൽ വൈറലായിട്ടുണ്ട്. അതെടുത്തതാവട്ടെ വില്ലൻ പറഞ്ഞ ഒരാളാണ്. ഇതെല്ലാം വില്ലന്റെ പ്ലാൻ പ്രകാരം നടന്നൊരു കാര്യമാണ്. വില്ലനെ ഹീറോ ചെന്ന് ഇടിച്ച സമയത്ത് ഇവൻ അത് വീഡിയോ എടുത്ത് വൈറലാക്കിയിട്ടുണ്ട്. അതൊരു തെളിവാണ്. ഈ തെളിവ് കൊണ്ടുവന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും, അതായത് ഹയർ ഒഫീഷ്യൽസിന്. അതിലൂടെ തന്നെ ഇവരുടെ ഈ ടീം ഉണ്ടല്ലോ, നമ്മുടെ ടീംസ്, അതായത് ഹീറോ, ഹീറോയിൻ, ക്യാപ്റ്റനൊക്കെ ഉള്ള ടീം, അതിനെ ഡിസ്മിസ് ചെയ്ത് കളയും. നമ്മുടെ ടീംസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ, ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിനെ പിരിച്ചു വിട്ട് കളയും. ഈ ടീമിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വില്ലൻ ഉണ്ടാക്കിയ വെറും പ്ലാൻ മാത്രമാണ് ഇത്. വില്ലൻ മനഃപൂർവ്വം ഹീറോന്റെ നടി വാങ്ങിച്ചതാണ്. മനസ്സിലായി എങ്ങനെയാണെന്ന്? അതായത് ക്യാപ്റ്റന്റെ തോക്ക് അടിച്ചോണ്ട് പോയി ആ തോക്ക് വെച്ചിട്ട് തന്നെ ഹീറോന്റെ ആന്റീനെ ഷൂട്ട് ചെയ്തു. ആ ദേഷ്യത്തിൽ ഹീറോ വില്ലനെ ചെന്ന് അടിച്ച് ഇതിന്റെ എല്ലാം പ്രശ്നമായിട്ട് ഈ ടീമിനെ പിരിച്ചു വിട്ട് കളയും. അത് കണക്ക് തന്നെ നടക്കാൻ പോവാണ്. ഇവരുടെ ടീമിനെ പിരിച്ചു വിടാൻ പോവാണ്. പക്ഷെ കുറച്ച് ദിവസത്തേക്ക് ഇവരെ ഹോൾഡ് ചെയ്ത് നിർത്തും. എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പം ഇതെന്തായാലും പിരിച്ചുവിടും. ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ, അതിലപ്പുറം പോകത്തില്ല എന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവാണ്. എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റനോട് വേറൊരു ബോസ്, അതായത് ആ ഓഫീസിൽ തന്നെ ഒരു ബോസാണ്, ആ ബോസ് പറഞ്ഞു കൊടുക്കുകയാണ് ഇതേ സെയിം കാര്യങ്ങൾ തന്നെ. ഹീറോ അടി ഉണ്ടാക്കിയോണ്ട് തന്നെ ടീം പിരിച്ചുവിടാൻ പോവാന്നുള്ള കാര്യം. ഇതിനുശേഷം കൂട്ടുകാരൻ ഓഫീസർ ഓഫീസിൽ നിന്നിട്ട് എന്തോ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ അങ്ങോട്ട് വന്ന് പറയും, നിങ്ങളുടെ ക്യാപ്റ്റൻ എവിടെ പോയെന്ന് അറിയാമോ? ആ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഹീറോ കാരണമാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത്. ഹീറോ ഒരാളെ അടിച്ചുകൊണ്ട് തന്നെ ടീം പിരിച്ചുവിടാൻ പോകുന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ക്യാപ്റ്റൻ കമ്മീഷണറിന്റെ അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഹീറോ പിറകിൽ നിൽപ്പുണ്ട്. എന്താ സംഭവം എന്നല്ലേ? അതായത് ടീം പിരിച്ചുവിടാതിരിക്കാനായിട്ട് ക്യാപ്റ്റൻ ചെന്ന് കമ്മീഷണറിന്റെ കളിപ്പാവയായിട്ട് നിന്നു കൊടുക്കുകയാണ്. നിങ്ങളിത് കണ്ടോ? പുള്ളിക്കാരനെ തറയെ കിടത്തിയിട്ട് വലിച്ച് തറയിലടിക്കാൻ നോക്കുകയാണ്. എല്ലാത്തിനും നിന്നു കൊടുക്കുകയാണ് കമ്മീഷണറിന്റെ ഓരോ തോന്നിവാസത്തിന്. കമ്മീഷണർ പറയുന്ന കണക്ക് പെരുമാറുവാണെങ്കിൽ എന്തായാലും ടീം പിരിച്ചുവിടത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് തന്നെ ഈ സീൻ കണ്ടപ്പോൾ നല്ല പാവം തോന്നി. ഇതറിഞ്ഞ ഹീറോ നേരെ നമ്മുടെ ക്യാപ്റ്റനെ ചെന്ന് കാണുകയാണ്. ക്യാപ്റ്റൻ ആണെങ്കിൽ അവിടെ ഇരുന്ന് കുടിക്കുമായിരുന്നു. ക്യാപ്റ്റന് ചെന്ന് ഹീറോ ആ കുപ്പി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഹീറോ റിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ പറയും അതിന്റെ ആവശ്യമില്ല, ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ടെന്ന്. ക്യാപ്റ്റന് ദേഹമെല്ലാം നല്ല വേദനയുണ്ട്. അതിന് ഹീറോ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് ഓയിൻമെന്റ് പുരട്ടി കൊടുക്കുന്നുണ്ട്. മുതുകത്തൊക്കെ ആണെങ്കിൽ ഇല്ല നാറി, അതായത് കമ്മീഷണർ പിടിച്ച പാടൊക്കെ കിടപ്പുണ്ട്, നല്ല വേദനയുണ്ട്. അവിടെ വെച്ച് തന്നെ ക്യാപ്റ്റൻ പറയും, നീയല്ല, നിന്നെ കാരണമല്ല ടീം പിരിച്ചുവിടാൻ പോകുന്നത്, എന്നെ കാരണമാണ്. എനിക്ക് പവറില്ല. ഞാനൊരു പവറുള്ള മനുഷ്യനായിരുന്നെങ്കിൽ ഇതൊരിക്കലും നടക്കത്തില്ലായിരുന്നു. എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ടീമിനെ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എമാരെ പോലുള്ള നാറികളെ താങ്ങി നിന്നാൽ മാത്രമേ നമുക്ക് പവർ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ? ഈ ഓയിൻമെന്റ് ഇടുന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റന്റെ പോക്കറ്റിൽ ഒരു കർച്ചീഫ് ഇരിക്കുന്ന കാണുന്നുണ്ട്. അത് വളരെയധികം പഴകിയ ഒരു കർച്ചീഫാണ്. ഈ കർച്ചീഫ് എടുത്ത് കളയാൻ സമയമായില്ലേ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ പറയും ക്യാപ്റ്റന്റെ ഡിവോഴ്സ് ആയ ഭാര്യ കൊടുത്ത കർച്ചീഫാണെന്ന്. അതായത് ക്യാപ്റ്റന്റെ മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് ഭാര്യ കൊടുത്ത കർച്ചീഫാണെന്ന്. ആ കർച്ചീഫാണ് നമ്മുടെ ക്യാപ്റ്റന്റെ ഒരു മോട്ടിവേഷൻ. ക്യാപ്റ്റൻ റെസ്ലിംഗിൽ ജയിക്കാൻ തന്നെ കാരണം ആ കർച്ചീഫാണ്. ആ കർച്ചീഫ് കാണുമ്പോൾ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള മോട്ടിവേഷൻ മനസ്സിൽ വരും. ഇതെല്ലാം കഴിഞ്ഞ് ഹീറോ ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ ഇരിപ്പുണ്ട്. ഹീറോയിനോട് ചെന്ന് ക്ഷമ ചോദിക്കും.
ടീം പിരിച്ചുവിടാൻ കാരണം ഇവനാണെന്നുള്ള ഒരു വിചാരത്തിൽ അവളോട് സോറി പറയും. എന്നാൽ അവള് പറയും, നീ സോറി പറയേണ്ട കാര്യമില്ല, നിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ ചെയ്യത്തുള്ളൂ, നീ ഇനി തൊട്ട് ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ഹെഡ്സെറ്റ് എടുത്ത് അവന്റെ തലയിൽ വെച്ച് കൊടുക്കും. നീ കുറച്ചു നേരം പാട്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകും. പിറ്റേന്ന് നമ്മുടെ ക്യാപ്റ്റനും ടീംസും അവർ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡിവിഷനിലെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരും. എന്നിട്ട് ഒരു കേസ് ഫയൽ കൊണ്ടുവന്ന് കൊടുക്കും. ആ ഫയലിനകത്തുള്ളതാവട്ടെ ഡ്രഗ് ഡെമന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയാണ്. അതാണെങ്കിൽ ഫേക്ക് ആണ്. അതായത് കുറെ അധികം പാസ്പോർട്ട് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിലൊരു ഫേക്ക് പാസ്പോർട്ട് മാത്രമാണ്. ഏതാ നാഷണാലിറ്റി പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മറ്റേ വില്ലന്റെ രണ്ടാമത്തെ ഫോൺ നശിപ്പിച്ച് കളഞ്ഞില്ലേ, ആ ഫോണിലുള്ള കോണ്ടാക്ട് ഒക്കെ അവരെങ്ങനെയോ എടുത്തിട്ടുണ്ട്. പോലീസല്ലേ, അതൊക്കെ പറ്റും. അത് നോക്കിയപ്പം റഷ്യക്കാരും ജപ്പാൻകാരുമായിട്ടൊക്കെയാണ് ബന്ധമുള്ളത്. എന്നാൽ ഇത് വെറും താൽക്കാലിക സിമ്മ് മാത്രമാണ്. ഇവര് താൽക്കാലിക സിമ്മ് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ എവിഡൻസും കിട്ടത്തില്ല. ഈ നേരം നമ്മളൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് മറ്റേ വില്ലത്തി ഉണ്ടല്ലോ, ഡ്രഗ് ഡെമൺ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലും. ആ ഹോസ്പിറ്റലിൽ ഒരു റൂമിൽ തന്നെ ഈ വില്ലനും കിടപ്പുണ്ട്. വില്ലന്റെ അടുത്ത് നിന്ന് ഒരു സിറിഞ്ചിൽ എന്തോ മരുന്നെടുത്തിട്ട് അവനെ കുത്തിവെക്കാൻ പോവാണ്. അത് വില്ലൻ കാണുമ്പം അവളോട് നീ എന്നെ കൊല്ലാൻ പോവാണോ എന്ന് ചോദിക്കും. എന്നാൽ അവള് പറയും, നിങ്ങൾ മരിച്ചാ ഞാനല്ലേ പെടാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ എന്തായാലും കൊല്ലത്തില്ല എന്ന്. വീണ്ടും നമ്മുടെ ടീംസിനെ കാണിക്കുകയാണെങ്കിൽ ഈ കള്ള നമ്പർ ഉണ്ടാക്കുന്ന ആളെ കാണാനായിട്ട് നമ്മുടെ ക്യാപ്റ്റനും എക്സും അങ്ങോട്ട് പോകും. എന്നാൽ ഹീറോ പിറകെ ചെല്ലും, എന്നെ കൂടെ കൊണ്ടുപോകും, ഞാനും കേസിൽ പങ്കെടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട്. ബോസ് അവനെ കൊണ്ടുപോകുന്നില്ല. എന്നാൽ എക്സ് സപ്പോർട്ട് ചെയ്യും അവനെ. അവ സാരയില്ല, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞ് അവനെയും വിളിച്ച് കാറ് കയറ്റി അവരെല്ലാരും കൂടെ ഈ കള്ള നമ്പർ ഉണ്ടാക്കുന്ന ആളെ ചെന്ന് കാണും. ഈ നേരം ഓഫീസിൽ ഹീറോയിനും പിന്നെ കൂട്ടുകാരൻ ഓഫീസറും കൂടെ കമ്പ്യൂട്ടറിൽ നോക്കി ഡീറ്റെയിൽസ് എടുക്കും. അതിനകത്തുനിന്ന് അവർക്ക് മനസ്സിലാവും, അതായത് വില്ലനെ കാണാനായിട്ട് കുറച്ച് ആൾക്കാർ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ആരൊക്കെയാണെന്ന് മനസ്സിലായോ? ഡ്രഗ് ഡെമൺ ഉണ്ട്, റഷ്യൻ മാഫിയ എന്നൊരുത്തനുണ്ട്, പിന്നെ ഒരു മുടിയനുണ്ട്. ഇവരൊക്കെയാണ്. വീണ്ടും നമ്മുടെ ടീംസിനെ കാണിക്കുകയാണെങ്കിൽ അവന്മാർ ആ സലൂണിൽ വന്നിട്ടുണ്ട്. അതായത് പരുന്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സലൂണിൽ. അവിടെ വന്ന് പരുന്തിനെ പേടിപ്പിച്ച് കാര്യം ചോദിക്കും. അപ്പൊ പരുന്ത് പറഞ്ഞു കൊടുക്കും. അതായത് ഈ കള്ള നമ്പറൊക്കെ എടുക്കുന്ന, അതായത് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരാളെ പറ്റി പറഞ്ഞു കൊടുക്കും. അവന്റെ നിന്നാണ് ഈ ഏരിയയിൽ നിന്നുള്ള എല്ലാവരും കള്ള നമ്പർ എടുക്കുന്നത്. കള്ള നമ്പർ എന്ന് പറയാൻ പറ്റത്തില്ല, താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്പർ. ഈ വിദേശികളൊക്കെ നാട്ടിലോട്ട് വരുമ്പം കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാനായിട്ട് സിം എടുക്കത്തില്ലേ, അത് കണക്കത്തെ സിമ്മിലാണ് നമ്മുടെ വില്ലനൊക്കെ പണി ചെയ്തു വെച്ചേക്കുന്നത്. ഇത് കേട്ട് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ ടീംസും അവനെ ചെന്ന് പൊക്കും. അവനെ അടിച്ച് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അവനോട് ചോദ്യം ചോദിക്കും. എന്നാൽ അവൻ ഒന്നും പറയത്തില്ല, മിണ്ടാതിരിക്കും. അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് കമ്പ്യൂട്ടറിൽ ഓരോ കുറ്റവാളികളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് എവരെ അറിയാമോ, എവരാണോ ആളെന്ന് ചോദിക്കും. അങ്ങനെ രാവും പകലും ഇരുത്തി ചോദിക്കും. രാത്രിയായിട്ടും ഇതൊരാള് വന്നിട്ടില്ല, ഉറങ്ങി ഇരിക്കുകയാണ് ചെറുക്കൻ. പിറ്റേന്ന് രാവിലെ ആയിട്ടും ആളെ കിട്ടിയിട്ടില്ല. അവനോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ കൂട്ടുകാരൻ പോലീസ് ഓഫീസർ എല്ലാവർക്കും ബർഗർ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നത്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അത് മാത്രമല്ല ഈ കുറ്റവാളിക്കും കൊടുക്കുന്നുണ്ട്. എന്നാൽ കുറ്റവാളിയുടെ ബർഗർ നമ്മുടെ ഹീറോ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അവനൊരു മുട്ട മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല ബർഗർ കാണിച്ച് അവന് കൊതിയും കാണിക്കുന്നുണ്ട്, ഹീറോ കഴിച്ച് കാണിച്ചിട്ട്. പിന്നെയും കമ്പ്യൂട്ടറിൽ തപ്പുമ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ ഈ ആളാണെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മുടെ ടീംസ് ഈ ഫോട്ടോയിലുള്ള ആളെ തപ്പി ഇറങ്ങും. ആ സ്ഥലത്തുള്ള എല്ലാരോടും ചോദിക്കും. അതായത് മലമുകളിലാണെന്ന് തോന്നുന്നു. അവിടെ ഉള്ള എല്ലാവരും ഓടിച്ചിട്ട് ചോദിക്കും. യവന്മാര് പോലീസിനെ കണ്ട ഉടനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്തായാലും യവന്മാരെ ഫോട്ടോ കാണിച്ച് ചോദിക്കും. പക്ഷെ ആരും ഒന്നും പറയത്തില്ല. ഈ സമയമെല്ലാം നമ്മുടെ കമ്മീഷണറിന്റെ അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ക്യാപ്റ്റൻ. ഈ ടീം മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നീട് നമ്മുടെ വില്ലത്തിയെ കാണിക്കുകയാണെങ്കിൽ, അതായത് ഡ്രഗ് ഡെമണിനെ കാണിക്കുകയാണെങ്കിൽ, അവള് വില്ലന്റെ സ്ഥലത്തുണ്ട്. അവിടെ ഒരു കണ്ണാടി നോക്കി നിന്ന് ആലോചിക്കുകയാണ്. വില്ലനോട് ബാക്കി ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരാളെ കുറിച്ച് ചോദിച്ചിട്ട് അവളോ അവനോ എവിടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വില്ലൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. നിനക്ക് പറഞ്ഞു തന്ന എനിക്കത് പ്രശ്നമാവോ എന്ന് പറഞ്ഞ് ആ കോൺവെർസേഷൻ അവിടെ വെച്ച് കട്ട് ചെയ്യും. അന്ന് സിറിഞ്ചിൽ കൊണ്ടുവന്ന വേറൊന്നുമല്ല, വെറും വൈറ്റമിൻ ഡി മാത്രമാണ്, പെട്ടെന്ന് ഹീലാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വില്ലൻ ആന്റീനെ ചെന്ന് കൊന്നിട്ടില്ലായിരുന്നോ? കൊന്നിട്ടില്ല, കൊല്ലാൻ ശ്രമിച്ചതാണ്, തോക്ക് വെച്ച് ഷൂട്ട് ചെയ്തിട്ട്. കറക്റ്റ് ആർട്ടറിയിലാണ് വെടിവെച്ചത്. അവിടെ വെടിവെക്കുകയാണെങ്കിൽ തന്നെ രക്തം പെട്ടെന്ന് വാർന്നു പോയി മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും മരിക്കും. എന്നാൽ ഈ ആന്റി മരിക്കാതെ ആരോ സംരക്ഷിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അന്ന് കൊല്ലാൻ പോയപ്പോൾ ഈ ഡ്രഗ് ഡെമണും കൂടെ ഉണ്ടായിരുന്നു. വില്ലൻ വെടിവെച്ച് തറയിലിട്ട ശേഷം അവൻ അവിടെ നിന്ന് പോയി. എന്നാലും നമ്മുടെ ഡ്രഗ് ഡെമൺ പോയിട്ടില്ലായിരുന്നു. ഹീറോനോടുള്ള ക്രഷ് കാരണം അവൻ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആന്റിയുടെ മുറിവിനകത്ത് അവളുടെ കഴുത്തിലിടുന്ന ഒരു ഷാള് വെച്ച് കെട്ടിക്കൊടുക്കും. അതുപോലെ തന്നെ ഹീറോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോനെ അന്ന് കോൾ ചെയ്ത വേറെ ആരുമല്ല, അത് ഈ ഡ്രഗ് ഡെമൺ തന്നെയാണ്. പക്ഷെ സംസാരിച്ചിട്ടില്ല, ആന്റിയുടെ ഫോണിൽ നിന്നാണ് കോൾ ചെയ്തത്. ഇതെല്ലാം ചിന്തിച്ച് ആ കണ്ണാടി നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം കൊണ്ട് വില്ലൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അവന്റെ വാലാട്ടി പട്ടിയായിട്ട് കോച്ചും കൂടെയുണ്ട്. ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. ഈ ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ വില്ലന് ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെ തുറന്നു തരല്ലേ, ഞാനൊരു വലിയ ഗ്യാങ്സ്റ്ററിനെ പോലെ എനിക്ക് തോന്നുന്നു പറയുന്നു. അത് കഴിഞ്ഞ് കാറി കയറി വേറെ അങ്ങോട്ടോ പോവുകയാണ്. ഈ സമയം നമ്മുടെ ടീംസ്, അതായത് ഹീറോ, ഹീറോയിൻ, ക്യാപ്റ്റൻ, അവരെല്ലാരും കൂടെ ഓഫീസിലിരുന്നിട്ട് അവരുടെ ജോലി ചെയ്യാണ്. അപ്പോഴേക്കും ഹീറോന്റെ ഫോണിലോട്ട് ഒരു കോള് വരും. വെപ്രാളപ്പെട്ട് നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വില്ലനാണെങ്കിൽ കുറെ ഫ്രൂട്ട്സും വാങ്ങിച്ച് ആന്റിയെ കാണാൻ വന്നേക്കുകയാണ്. ഹീറോ അവനെ അടിക്കാൻ വീണ്ടും
ഓങ്ങുകയാണ്. എന്നാൽ ഹീറോയിൻ സമ്മതിക്കത്തില്ല, അവനെ പിടിച്ചു വയ്ക്കും. അവിടെ വെച്ച് തന്നെ ഈ വില്ലൻ ഹീറോയിനോട് നിനക്ക് സമയം കിട്ടുമ്പം എന്നെ വെടിവെക്കാൻ പഠിപ്പിക്കണേ എന്ന് പറയും. അടുത്ത പ്രാവശ്യം എന്തായാലും കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനെന്ന്. ഈ വില്ലൻ വെടിവെച്ച സമയത്ത്, അതായത് ഈ മണ്ടന് തോക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല, അവൻ വെടിവെച്ച സമയത്ത് തോക്ക് കയ്യിൽ നിന്ന് സ്ലിപ്പായി ചെറിയൊരു പൊള്ളൽ വന്നിട്ടുണ്ട് കയ്യിലെ. പൊള്ളൽ മീൻസ് ഈ തൊലി ചെറുതായിട്ട് മാറൂലേ, അതിനെയാണ് ഉദ്ദേശിച്ചത്. ആ ഫ്രിക്ഷൻ കാരണം വന്ന പൊള്ളലാണ്. അത് ഹീറോയിൻ അവന്റെ കയ്യിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് എന്നെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുമെന്ന് ചോദിച്ചത്. എന്നാ പിന്നെ ആന്റിക്ക് ഫ്രൂട്ട്സ് കൊടുക്കണ്ട, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് എടുത്ത് ഹീറോയ്ക്ക് കൊടുക്കും. ഹീറോ വാങ്ങത്തില്ല, തട്ടി തറയിൽ കളയും. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വില്ലൻ അവിടെ നിന്ന് പോകും. വില്ലൻ പോയി ലിഫ്റ്റിൽ കയറാൻ നിൽക്കുമ്പോൾ തന്നെ ഹീറോയിൻ ആ ഫ്രൂട്ട്സും പറക്കി ബാസ്ക്കറ്റിലിട്ട് അവന്റെ മണ്ടക്കെടുത്തെറിയും. എന്നിട്ട് അവനെ കുറെ ചീത്തയും പറഞ്ഞ് നിനക്ക് നാണം ഉണ്ടോടാന്ന് ചോദിക്കുമ്പോഴേക്കും ഹീറോ അങ്ങോട്ട് വരും. ഹീറോനെ കണ്ടതോടെ അവളും ഹീറോയും അവിടെ നിന്ന് പോവാണ്. ഹീറോയ്ക്ക് ഇവിടെ വെച്ച് അവളോടുള്ള ക്രഷ് കൂടി വരികയാണ്. അതായത് ഇങ്ങനെ ആക്ട് ചെയ്യുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു കൂൾ ഗേൾ പോലെ അവന് തോന്നിയെന്നാണ് അവൻ പറയുന്നത്. അവര് നടന്നു പോകുന്ന സമയത്ത് ഡോക്ടർ ഹീറോനെ വിളിക്കും. ബാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുവന്ന് അവന്റെ കൈ കെട്ടിക്കൊടുക്കുകയാണ്. ഡോക്ടർ അവനെ വരട്ടും. ഇനി നീ കൈ വെച്ച് ജോലി ചെയ്യാൻ നിന്നാല് നിന്റെ കൈ എന്നും ഇങ്ങനെ മടങ്ങിയിരിക്കും, നേരെ ആവത്തില്ല. ഈ കൈ കൊണ്ട് നിനക്കൊരു ഉപയോഗം ഇല്ലാതെ വരും. ഇത് കേൾക്കുമ്പോൾ ഹീറോ ഒന്ന് പോയാണ് കള്ളം പറയാതെ എന്നും പറഞ്ഞ് ഡോക്ടറിന്റെ കയ്യിലിട്ടൊരു അടി കൊടുക്കും. ചികിത്സിച്ച് കഴിഞ്ഞ് ഹീറോയും കൂടെ കാറിൽ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പൊ ഹീറോയിൻ ചോദിക്കും ഡോക്ടർ എന്താ പറഞ്ഞെന്ന്. അവൻ തമാശ രീതിനെ പറയാണ് കൈ നേരെ ചൊവ്വേ നോക്കിയില്ലെങ്കിൽ കൈ ഇനി നൂരത്തില്ല എന്നുള്ള കാര്യം. പിറ്റേന്ന് ഹീറോയും ക്യാപ്റ്റനും കൂടെ മറ്റേ ഫോട്ടോയിൽ കാണിച്ച ഒരാളില്ലേ, അയാളെ തപ്പി ഒരു സ്ഥലത്ത് ചെല്ലും. അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഇയാൾ അതുവഴി നടന്നു പോകുന്നത് കാണും. ഇയാളെ പേര് വിളിച്ച ഉടനെ ഇയാൾ ഓടും. എന്നാലും നമ്മുടെ ടീംസ് ആരാ, ഓടിച്ചിട്ട് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചെയറിലിട്ട് കറക്കി പേടിപ്പിക്കും. ഇവൻ കള്ള നമ്പർ ഉണ്ടാക്കുന്നതിൽ നമ്പർ 1 ആണ്. ഈ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റ് ഇല്ലേ, അവരുടെ പാസ്പോർട്ട് എടുത്ത് ഫോട്ടോ എടുത്ത് അത് വെച്ച് കള്ള നമ്പർ ഉണ്ടാക്കും. എന്നിട്ട് ഇത് വില്ലനെ പോലുള്ള ആൾക്കാർക്ക് വിൽക്കും. ഇതാണ് അവന്റെ പണി. പിന്നെ അത് സെർവ് ചെയ്യാനായിട്ട് നേരത്തെ ഹോട്ടലിൽ വെച്ച് ഒരുത്തനെ പിടിച്ചില്ലേ, അതുപോലുള്ള ആൾക്കാരും ഉണ്ട്. മനസ്സിലായോ? ഇതേ സമയം മറ്റേ റഷ്യൻ മാഫിയ നമ്മുടെ പരുന്തിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ പരുന്ത് വില്ലന്മാരുടെ കാര്യങ്ങൾ പോലീസിന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലേ, അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാൻ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒറ്റ വെടിയാണ്. ഇവിടെ സീൻ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനും കൂട്ടുകാരൻ പോലീസ് ഓഫീസറും ഒരു കേസ് അന്വേഷിക്കാനായിട്ട് അവിടെ വന്നതാണ്. അവർ ഈ ഗൺഷോട്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഗൺഷോട്ടിന്റെ ശബ്ദം കേട്ട സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കാർ ഇറങ്ങിപ്പോവും. ഒരു സ്റ്റോറേജ് ഹൗസ് ആണ്, അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഈ കാറിനെ ഫോളോ ചെയ്ത് തന്നെ നമ്മുടെ ഹീറോയിനും കൂട്ടുകാരൻ പോലീസ് ഓഫീസറും പോകും. കാർ ഓടിക്കുന്നത് അവിടെ ഹീറോയിനാണ്. പോകുന്ന വഴിക്ക് കൂട്ടുകാരൻ പോലീസ് ഓഫീസർ അവരുടെ ടീമിനെ വിളിച്ച് ചോദിക്കും ഈ നമ്പർ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണോ എന്ന്. എന്നാൽ ആ കാറിന്റെ നമ്പർ രജിസ്റ്റേർഡ് അല്ല, അത് ഫേക്ക് നമ്പർ പ്ലേറ്റ് ആണ്. വീണ്ടും ഫോളോ ചെയ്ത് പോകുമ്പോൾ വില്ലന്മാരിത് ശ്രദ്ധിക്കും. റഷ്യൻ മാഫിയ അവന്മാര് കാറ് വെട്ടി തിരിച്ച് ഹീറോയിനിട്ട് ഷൂട്ട് ചെയ്യും. കാറിനകത്തെ അവൾക്കും കൊള്ളേണ്ടതായിരുന്നു. എന്നാൽ അവള് ഒരു പേടിയും കൂടാതെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ പോലീസ് ഓഫീസർ അവളോട് കുനിഞ്ഞിരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ അവൾ കുനിയുന്നില്ല, പകരം അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നായപ്പോ പേടിച്ചു പോയി കാണണം. ആ കാറിൽ ഷൂട്ട് ചെയ്ത സമയത്ത് കാറ് വട്ടം തിരിഞ്ഞു പോയി, ടയർ പൊട്ടിയിട്ടെ. ഇത് കഴിഞ്ഞ് നമ്മുടെ ടീംസ് എല്ലാം കൂടെ ഓഫീസിൽ ഒത്തുകൂടി അവരവർക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം ഷെയർ ചെയ്യും. അതായത് ഈ വില്ലനെ കാണാനായിട്ട് വേറെ കുറെ ആൾക്കാർ വന്നിട്ടില്ലേ, മെയിനായിട്ട് ഒരു മുടിയൻ വന്നിട്ടുണ്ട്, മറ്റേ പെണ്ണ് ഡ്രഗ് ഡെമൺ വന്നിട്ടുണ്ട്, പിന്നെ റഷ്യൻ മാഫിയ വന്നിട്ടുണ്ട്. ഈ കാര്യമാണ് അവരൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡിൽ എഴുതി സംസാരിക്കുന്നത്. പിന്നെ ഇവർക്കെല്ലാം വാലാട്ടിപ്പട്ടിയായിട്ട് കോച്ചും ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്മീഷണർ അങ്ങോട്ട് കയറി വരും. കമ്മീഷണർ വന്നതോടെ ഇതെല്ലാം എടുത്ത് ഒളിപ്പിച്ചു വയ്ക്കും. നമ്മുടെ കൂട്ടുകാരൻ പോലീസ് ഓഫീസർ ആ ബോർഡ് എടുത്ത് പൊക്കുകയും താക്കുകയും ചെയ്യാണ്, മസിൽ വരുത്താനായിട്ടെന്നുള്ള രീതിയിൽ കമ്മീഷണറിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, കമ്മീഷണറിനെ പറ്റിക്കാനായിട്ട്. കമ്മീഷണർ നേരെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് അവനെ മിരട്ടും, അവൻ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഹീറോയിനുമായിട്ട് ഫോട്ടോ എടുക്കും. കാരണം ഹീറോയിൻ ഒരു സെലിബ്രിറ്റി ആണ്. ഈ നേരം വില്ലന്മാര് അവരെല്ലാരും ഒത്തുകൂടിയിട്ടുണ്ട്. അവരുടെ വാലാട്ടിപ്പട്ടിയായ കോച്ചുണ്ട്. ഇവരടുത്ത മിഷനെ പറ്റി സംസാരിക്കുകയാണ്. ഇവർക്ക് ചില കടത്തുകളുണ്ട്, സ്വർണ്ണക്കടത്ത്, കഞ്ചാവ് കടത്ത്, അങ്ങനത്തെ ചില കടത്ത് ഓരോ രാജ്യത്തിലോട്ട് കടത്തണം. ഇപ്പൊ ഒരു ലോഡ് എവിടെ കുടുങ്ങി കിടക്കാണ്, അത് പെട്ടെന്ന് തന്നെ ജപ്പാനിലോട്ട് അയച്ചില്ലെങ്കിൽ അവന്മാര് വന്ന് ഇവന്മാര് ശരിപ്പെടുത്തും. അതിനെപ്പറ്റിയാണ് ഇവന്മാർ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അതിന്റെ ഇടയിൽ തന്നെ കോച്ച് മറ്റേ പട്ടികളെ പോലെ എന്താ പറയാ അങ്ങനെ നിൽക്കുകയാണ് അവിടെ. ബാക്കിയുള്ള മുടിയൻ ഈ കോച്ചിന് ചീത്ത പറയുന്നുണ്ട്, പട്ടികളായ നിൽക്കണം, ഇരിക്കാൻ പാടില്ല എന്ന്. എന്നാൽ റഷ്യൻ മാഫിയ കോച്ചിനോട് ഇരിക്കാൻ പറയുന്നുണ്ട്. റഷ്യൻ മാഫിയ ഒരു വിശ്വാസിയാണ് കേട്ടോ, ഭയങ്കര ജീസസിന്റെ ആരാധകനാണ്. ഈ നേരം നമ്മുടെ ടീംസ്, അതായത് ഹീറോയും ടീംസും അവരെല്ലാരും കൂടെ ഒരു വട്ടമേശയ്ക്ക് ചുറ്റും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നാളെയാണ് ഹീറോനെ വിളിപ്പിക്കാൻ പോകുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഈ ചെയ്ത പ്രശ്നങ്ങൾക്കെല്ലാം, വില്ലനെ തല്ലിയ പ്രശ്നങ്ങൾക്കെല്ലാം ഈ ടീമിനെ പിരിച്ചുവിടാൻ പോകുന്നതും അതിനെപ്പറ്റി തീരുമാനങ്ങൾ എടുക്കുന്നത് നാളെയാണ്. പിരിച്ചുവിടണോ വേണ്ട എന്നൊക്കെ നാളെയാണ് തീരുമാനം എടുക്കുന്നത്. ആ വിഷമത്തിൽ അവരവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഹീറോ പുറത്തോട്ടിറങ്ങി ഓടും. അവന്റെ വിഷമങ്ങളെല്ലാം ഓടി തീർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ട്രെയിൻ അതുവഴി പോകുന്നുണ്ട്. ആ ട്രെയിനിനെ ഓടിത്തോപ്പിക്കാൻ നോക്കുന്നുണ്ട്. എവിടെ നടക്കാൻ, ട്രെയിൻ അത്രയും സ്പീഡിൽ പോകുന്നതല്ലേ. പിറ്റേന്ന് ഹിയറിങ്ങിന്, അതായത് ചോദ്യം ചോദിക്കാനായിട്ട് ഹീറോനെ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഹയർ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർ. എന്നാൽ എവര് പറയുന്നതൊന്നും ഹീറോ കേൾക്കുന്നില്ല. ഹീറോ എണീറ്റ് ഇന്നൊരു പ്ലഡ്ജ് പറയും, ഞാൻ നല്ലൊരു പോലീസുകാരനായിരിക്കും, സത്യസന്ധമായിട്ടുള്ള വഴിയിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാതെ. മറ്റേ ഓഫീസുകാരൊക്കെ
അവനെ വിളിക്കുന്നുണ്ട് വന്ന് ഇരിയടാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ടീംസ് അറിയുന്നുണ്ട്. എക്സ് ആണ് വന്ന് പറയുന്നത്. ഈ നാറി ഈ സമയത്ത് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ക്യാപ്റ്റൻ പറയും. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഹീറോ നേരെ കോച്ചിന്റെ സെക്യൂരിറ്റി സെന്ററിലാണ് ചെല്ലുന്നത്. അവിടെ ഒരു ഓഫീസ് ഉണ്ടല്ലോ, അവിടെയാണ് ചെല്ലുന്നത്. അവിടെ സീൻ കട്ട് ചെയ്താൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കാണിക്കുന്നത്. നമ്മുടെ ടീംസ് ഹീറോനെ അന്വേഷിച്ച് എല്ലാ സ്ഥലത്തും പോയായിരുന്നു. എന്നാൽ ഹീറോനെ കാണാനില്ല. ഹീറോ ഒരാഴ്ചയായിട്ട് മിസ്സിംഗിലാണ്. ആ ടെൻഷനിൽ അവർ ഓഫീസിൽ വന്ന് കയറുമ്പോൾ അവിടുത്തെ ചെയർ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. കോച്ച് ഹീറോന്റെ ക്യാബിന്റെ താഴെ നോക്കുമ്പോൾ ഹീറോ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഹീറോ അവന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകാനായിട്ട് വന്നതാണ്. എന്നാൽ ഇവർ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. ഇവൻ പുറത്തിറങ്ങി വരുമ്പോൾ അവന്റെ മുഖത്തെല്ലാം ആരോ ഇടിച്ച പാടുകളുണ്ട്. അതായത് അവൻ ആരോ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻ ആകെ ദേഷ്യം വന്നിട്ടുണ്ട്. ഇതിനാണോടാ നാറി ആൾക്കാരുമായിട്ട് അടി ഉണ്ടാക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നീട് രാത്രിയാകുമ്പോൾ ഹീറോയിന്റെ പിറകെ തന്നെ ഹീറോയിൻ ചെല്ലുന്നുണ്ട്. നീ എന്തിനാ എന്റെ പിറകെ വരുന്നതെന്ന് ഹീറോയിൻ ദേഷ്യപ്പെട്ട് ചോദിക്കും. അപ്പോൾ അവൻ ആ ഹെഡ്സെറ്റ് എടുത്ത് കൊടുക്കും. ഹീറോയിൻ അത് വാങ്ങിച്ചിട്ട് പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും ഹീറോ ഫോളോ ചെയ്യും. ഹീറോയ്ക്ക് താമസിക്കാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ കൂടെ താമസിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൾ ദേഷ്യപ്പെട്ട് പറ്റില്ല എന്ന് പറയാണ്. നീ നന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്റെ കൂടെ വന്നത്. നീ ഇപ്പോഴും ആൾക്കാരുമായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് തിരിച്ചു പോകും. അവൾ പോകുന്ന സമയത്ത് അവൾ കരയുന്നുണ്ട്. അവനെ ഒറ്റയ്ക്കാക്കി പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ഹീറോനെ വഴക്ക് പറഞ്ഞ വിഷമത്തിൽ അവന് കഴിക്കാനായിട്ട് എന്തോ സാധനങ്ങൾ വാങ്ങിച്ച് അവന്റെ ഹോസ്റ്റൽ റൂമിൽ വരും. ഹോസ്റ്റൽ റൂമല്ല, ഒരു ചെറിയ റൂം. ആ റൂമിൽ വരും. ഞാൻ ആ കട്ടിൽ കണ്ടിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഹീറോനെ അവിടെ കാണാനില്ല. ക്യാപ്റ്റന് നല്ല വിഷമമുണ്ട് ദേഷ്യപ്പെട്ടതില്ലേ. പിറ്റേന്ന് രാവിലെ ഇവരെല്ലാരും ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് ക്യാപ്റ്റനെ കാണാനായിട്ട് വേറൊരു ബോസ് വരും. അതായത് ക്യാപ്റ്റനും ബോസൊക്കെ ഒരേ ലെവലിലുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ ബോസാണ് കാണാൻ വന്നതെന്ന്. പുള്ളിക്കാരൻ വന്നിട്ട് ക്യാപ്റ്റനെ വിളിച്ച് പുറത്തു വന്ന് നിന്ന് സംസാരിക്കും. അതായത് ഇവരുടെ ടീമിനെ പിരിച്ചുവിടാൻ കമ്മീഷണർ ഉദ്ദേശിക്കുന്നില്ല. ഇനി കുറച്ചു നാളത്തേക്കൂടെ എവിടെ പിടിച്ചു നിർത്താൻ പോവുകയാണ്. ഇവരുടെ ടീമിനെ പിരിച്ചുവിടത്തില്ല. ഇതെങ്ങനെയാണെന്ന് ക്യാപ്റ്റൻ അറിയത്തില്ല. അപ്പോഴാണ് ഈ ബോസ് ഒരു കാര്യം പറയുന്നത്. ഇതിനെല്ലാം കാരണം ഹീറോയാണെന്ന്. ഹീറോ കാരണമാണ് ഇപ്പം തൽക്കാലത്തേക്ക് കമ്മീഷണർ ഈ ടീമിനെ പിരിച്ചുവിടാത്തത്. വേറൊന്നുമല്ല, ഹീറോ അന്ന് രാത്രി ഒരു സ്ഥലത്ത് പോയില്ലായിരുന്നോ, അതായത് മറ്റേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓഫീസിലുള്ള ആൾക്കാർ ചീത്ത പറഞ്ഞില്ലേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട്. അവനെ വിളിച്ചു കഴിഞ്ഞിട്ട് നേരെ ചെന്നത് കോച്ചിന്റെ ഓഫീസിലായിരുന്നു. അവിടെ ചെന്ന് വില്ലനെ വിളിച്ചു വരുത്തി. എന്നിട്ട് വില്ലനോട് ഞാൻ നിനക്ക് തന്ന അടിയുടെ എല്ലാം നിനക്ക് തിരിച്ചു തരാം, ഞാൻ നിന്ന് കൊണ്ടോളാന്ന്. പക്ഷെ വില്ലൻ പറഞ്ഞത് ഞാൻ നിന്നെ അടിക്കും, പക്ഷേ എത്ര അടി കിട്ടിയിട്ട് നീ എണീറ്റ് നിൽക്കുന്നോ അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത് ഞാൻ കേൾക്കാന്ന്. അത് മാത്രമല്ല, വില്ലനല്ല ഹീറോനെ അടിക്കാൻ പോകുന്നത്. വില്ലന് പകരം വേറെ ആരെ വെച്ചാണ് അടിക്കാൻ പോകുന്നത്. കാരണം വില്ലന് ഹീറോന്റെ അത്രയും സൈസ് ഇല്ലെന്നാണ് വില്ലൻ പറയുന്നത്. അപ്പൊ അവന്റെ മുഖത്ത് വന്ന പാടെല്ലാം എവിടെ നിന്ന് വന്നതാണ്? വില്ലൻ അടിച്ചതായിരിക്കണം. വില്ലന്റെ അടി വാങ്ങിച്ചിട്ടാണ് ടീമിനെ പിരിച്ചുവിടാതാക്കിയത്. മനസ്സിലായോ? ഈ കാര്യങ്ങളെല്ലാം ക്യാപ്റ്റനോട് ബോസ് പറഞ്ഞു കൊടുക്കും. ഈ സെയിം കാര്യങ്ങൾ തന്നെ ക്യാപ്റ്റൻ വന്ന് അവരുടെ ടീമിന് പറഞ്ഞു കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് ആകെ സങ്കടമാവും. ഹീറോയിൻ അവനോട് ദേഷ്യപ്പെട്ടതല്ലേ, അവൻ ഈ കാര്യങ്ങൾ ചെയ്തെന്ന് അറിയാതെയാണ് അവൾ ദേഷ്യപ്പെട്ടത്. ആരോടോ പോയി അടി ഉണ്ടാക്കിയെന്നാണ് അവൾ വിചാരിച്ചത്. ഹീറോനെ കണ്ടുപിടിക്കാനായിട്ട് ഹീറോ വർക്ക് ചെയ്യുന്ന ജിമ്മിൽ വരും. വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മാണ്. കാരണം ഹീറോ ഈ ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹീറോയിൻ ഇവിടെ വന്നത്. വന്ന് നോക്കുമ്പോൾ ഹീറോനെ ഒന്നും കാണാനില്ല. അവിടെ ഒരു പയ്യൻ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവനോട് ചോദിക്കുമ്പോൾ അവനും അറിയത്തില്ല. അവള് വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവന്റെ ഫോണിലോട്ട് വിളിക്കുകയും ചെയ്യും. എന്നാൽ അവൻ ഫോൺ എടുക്കുന്നില്ല. അവള് പോയ ഉടനെ ആ ജിമ്മിന്ന് തന്നെ ഒളിച്ചു നിന്ന് അവൻ പുറത്തിറങ്ങി വരും. അതായത് അവള് കാണാതിരിക്കാനായിട്ട് അവൻ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവന്റെ ഫോണിലോട്ട് അവള് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നീ ഫോൺ എടുക്കണ്ട, മെസ്സേജിനെങ്കിലും റിപ്ലൈ താടാന്ന് പറഞ്ഞിട്ട്. അവൻ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും റിപ്ലൈ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അവള് ജിമ്മിന്റെ താഴെ നിൽക്കുന്നത് അവൻ പതിയെ എത്തി നോക്കുന്നുണ്ട്. അവള് കാണാതെ. ഹീറോയിനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഹീറോ താഴോട്ടിറങ്ങി ചെല്ലാൻ, അതായത് അവളെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ അവന് തല ഇറക്കം ഫീൽ ചെയ്തിട്ട് അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് കുടുകിടാ ഒഴുകും. അതുകൊണ്ട് തന്നെ അവൻ അവളെ പോയി കാണുന്നില്ല. പകരം വാഷ്റൂമിൽ പോയി മുഖം കഴിവാണ്. ആ സമയം അവൻ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. അതായത് ഡോക്ടർ പറഞ്ഞതാണ്, അതായത് ഇവൻ നിരന്തരമായിട്ട് ബോക്സിങ് ചെയ്ത് തലയ്ക്ക് കുറെ മർദ്ദനം കിട്ടിയിട്ടുണ്ട്. അത് കാരണം ചിലപ്പോൾ ബ്രെയിൻ ഡാമേജ് സംഭവിച്ച് കാണാം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലഡ് വരുന്നത്, അതുപോലെ തല ഇറക്കം ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ ആഘാതങ്ങൾ ഇപ്പോഴൊന്നും അറിയത്തില്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴേ അറിയത്തുള്ളെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ രാത്രിയാകുമ്പോൾ ഹീറോയിനെയൊക്കെ അന്വേഷിച്ച് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ മുത്തശ്ശി അവരാ പട്ടിനെയും പിടിച്ച് മടിയിലിരുത്തി താരാട്ടുപാട്ട് പാടുകയാണ്. ആ പട്ടിക്ക് പനി പിടിച്ച് കിടക്കുകയാണ്. സോസേജ് ഒന്നും കൊടുത്തിട്ട് തിന്നുന്നില്ല. ഹീറോയിൻ വന്ന് എന്താ കാര്യം തിരക്കി ആ പട്ടിക്കുട്ടിക്ക് സോസേജ് എടുത്തു കൊടുക്കും. ഹീറോയിൻ കൊടുത്തതോടെ തിന്നുന്നുണ്ട്. അപ്പൊ അമ്മൂമ്മ പറയും, കണ്ടോ രാജകുമാരി വന്നാല് രാജകുമാരെ തിന്നത്തുള്ളെന്ന്. ഇപ്പോഴെല്ലാം ഹീറോയിന്റെ കാര്യമാണ് ആലോചിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ വരുമ്പോൾ ഹീറോയിൻ അവിടെ വന്നിട്ട് ഹീറോയ്ക്ക് മെസ്സേജ് അയക്കും. നീ കഴിച്ചോ, ഉറങ്ങിയോ, എവിടാണെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ ഒന്നിനും റിപ്ലൈ ഇല്ല. ഇനി നീ എനിക്ക് റിപ്ലൈ തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് മിണ്ടത്തില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ആയിട്ട് മെസ്സേജ് ഇടും. അത് കഴിഞ്ഞ് രാത്രി വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ആ പട്ടിക്കുട്ടിയെ നോക്കിക്കൊണ്ട് ഹീറോ അവിടെ ഇരിപ്പുണ്ട്. ഹീറോയിനെ കണ്ട ഉടനെ ഹീറോയിൻ മൈൻഡ് ചെയ്യാതെ വീട്ടിലോട്ട് പോവുകയാണ്. അവളുടെ പിറകെ തന്നെ ഹീറോയിൻ ചെല്ലുന്നുണ്ട്. ഹീറോയിൻ വീട്ടിൽ കയറാനായിട്ട് ഡോറ് തുറന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഹീറോനോട് ചോദിക്കും, നിന്നെ വില്ലൻ ഒരുപാട് തല്ലിയോന്ന്. എന്നാൽ ഹീറോനെ തല്ലിയത് വില്ലനല്ല, വില്ലന് പകരം കോച്ചാണ്
മുഖത്താണ് തല്ലിയിട്ടുള്ളത്. കോച്ച് ഒരു മയോ ഇല്ലാതെ അവനെ പലതവണയായിട്ട് മുഖത്തും ദേഹത്തൊക്കെ ഇട്ടിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം അവൻ മറികടന്ന് ഓരോ അടി കിട്ടുമ്പോഴും എണീറ്റ് നിൽക്കും. കാരണം വില്ലൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നീ ഞാൻ അടിക്കുന്ന അത്രയും എണീറ്റ് നിൽക്കുകയാണെങ്കിൽ നീ പറയുന്നത് ഞാൻ കേൾക്കാമെന്ന്. അവന്റെ ടീമിന് വേണ്ടിയിട്ട് അവൻ അത്രയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യമൊന്നും അറിയാതെയാണ് ഹീറോയിൻ അവനോട് ദേഷ്യപ്പെട്ടത്. നീ തോറ്റു കൊടുക്കാൻ പോവുകയാണോ എന്ന് ഹീറോനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ തോറ്റു കൊടുക്കുന്നതെന്നും പറഞ്ഞ് ഹീറോയിനെ ചെന്ന് ഉമ്മ വയ്ക്കും. അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഉമ്മ വയ്ക്കുന്നത്. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് 7ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്തോളൂ. ടാറ്റ ബൈ ബൈ.